ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. VC ഫണ്ടിംഗ് $300 ബില്യൺ കടക്കുമെന്ന് റിപ്പോർട്ട്. 2030ഓടെ ഇന്ത്യയിൽ 300-ലധികം യൂണിക്കോണുകൾ ഉണ്ടാകുമെന്നും വിലയിരുത്തൽ. 2015 $10.9 ബില്യൺ വെഞ്ചർ ഫണ്ടിംഗിൽ നിന്ന് ഇന്ത്യൻ VC ഫണ്ടിംഗ് 2030ഓടെ $300 ബില്യൺ കടക്കുമെന്ന് വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ കലാരി ക്യാപിറ്റൽ റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യത്തെ $50 ബില്യൺ ഫണ്ടിംഗിലെത്താൻ 6 വർഷമെടുത്തപ്പോൾ അടുത്ത $50 ബില്യൺ വെറും 3 വർഷത്തിനുള്ളിൽ നേടിയെടുത്തു. 2024-ൽ 6 പുതിയ യൂണിക്കോണുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. കഴിഞ്ഞ ദശകത്തിൽ വെഞ്ചർ ഫണ്ടിംഗ് 11 മടങ്ങ് വർദ്ധിച്ചു. 2024-ൽ മറ്റ് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഫണ്ടിംഗ് ശക്തമായി തിരിച്ചുവന്നു. 2024-ലെ മൂന്നാം പാദത്തിൽ കഴിഞ്ഞ 7 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന ഫണ്ടിംഗ് കണ്ടു. 2030ഓടെ ഇന്ത്യയിൽ 300-ലധികം യൂണിക്കോണുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പുതിയ യൂണിക്കോണുകൾ സൃഷ്ടിച്ചതിന്റെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ പിന്തള്ളി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്ലൂ സ്റ്റോൺ IPOയ്ക്ക് 13,000 കോടി രൂപ മൂല്യമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. പ്രാരംഭ പബ്ലിക് ഓഫറിനായി വ്യാഴാഴ്ച കരട് പേപ്പറുകൾ സമർപ്പിച്ച ജുവലറി റീറ്റെയിലർ ബ്ലൂ സ്റ്റോൺ ഇഷ്യൂവിന്റെ മൂല്യം 12,000 മുതൽ 13,000 കോടി രൂപയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റിൽ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കമ്പനി 900 കോടി രൂപയുടെ പ്രീ IPO ഫണ്ടിംഗ് റൗണ്ട് അവസാനിപ്പിച്ചു. അതിന്റെ മൂല്യം ഏകദേശം 8,100 കോടി രൂപയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. IPOയിൽ ബ്ലൂ സ്റ്റോൺ പുതിയതായി ഇഷ്യൂ ചെയ്ത ഓഹരികൾ വിറ്റ് 1000 കോടി രൂപ സമാഹരിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. നിലവിലുള്ള നിക്ഷേപകർ 2,000 മുതൽ 2,100 കോടി രൂപയുടെ ഓഹരികൾ വിൽക്കും. IPOയുടെ വലിപ്പം 3,000 മുതൽ 3,100 കോടി രൂപ വരെ ആയിരിക്കും. DRHP അനുസരിച്ച് IPOയുടെ ഓഫർ ഫോർ സെയിൽ ഭാഗത്ത് അക്സൽ, കളരി ക്യാപിറ്റൽ, ഹീറോ ഗ്രൂപ്പ്, സുനിൽകാന്ത്, മുജ്ജൽ എന്നിവർ ഉൾപ്പെടെയുള്ള നിക്ഷേപകർ 24 ദശലക്ഷം ഓഹരികൾ വിൽക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിക്കും. നാവിഗേഷൻ, എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങൾ പരീക്ഷിച്ചു. നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് അടുത്ത ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡിംഗ് വിജയകരമായി നടത്തിയിരുന്നു. നാവിഗേഷൻ, എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങൾ ഉൾപ്പെടെ പുതിയ റൺവേയിലെ നടപടിക്രമങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. എയറോഡ്രോം ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണിത്. വാലിഡേഷൻ ഫ്ലൈറ്റിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ഏവിയേഷൻ റെഗുലേറ്ററായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് അവലോകനത്തിനായി അയക്കും. ഇതിനുശേഷം എയർപോർട്ട് അധികൃതർ എയർഡ്രോം സർട്ടിഫിക്കേഷനായി ആവശ്യമായ ഡോക്യുമെന്റേഷൻ അന്തിമമായി DGCAക്ക് സമർപ്പിക്കും. എയർപോർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് എയർഡ്രോം ലൈസൻസ് നിർബന്ധമാണ്. പരീക്ഷണാർത്ഥം ഇൻഡിഗോയാണ് ഫ്ലൈറ്റ് സർവീസ് നടത്തിയത്. അതുവഴി എയർപോർട്ടിന്റെ സമീപന നടപടിക്രമങ്ങൾ പരിശോധിച്ചു. അതിന്റെ നാവിഗേഷൻ സഹായങ്ങളുടെയും എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റങ്ങളുടെയും കൃത്യതയും പ്രവർത്തനവും സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അശോക് ലെയ്ലൻഡ് വാണിജ്യ വാഹനങ്ങളുടെ വില 3% വരെ വർദ്ധിപ്പിക്കും. പണപ്പെരുപ്പത്തിന്റെയും ഉയർന്ന ചരക്കുവിലയുടെയും ആഘാതം ഭാഗികമായി നിലനിർത്താൻ ജനുവരി മുതൽ വാണിജ്യ വാഹനങ്ങളുടെ വില 3% വരെ വർദ്ധിപ്പിക്കുമെന്ന് ഹിന്ദുജ ഗ്രൂപ്പിന്റെ മുൻനിര സ്ഥാപനമായ അശോക് ലെയ്ലൻഡ്. മോഡലിനെയും വേരിയന്റിനെയും ആശ്രയിച്ച് വില വർധനയുടെ വ്യാപ്തി വ്യത്യാസപ്പെടും. എന്നിരുന്നാലും ശ്രേണിയിലുടനീളമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളെയും ബാധിക്കുമെന്ന് കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. പണപ്പെരുപ്പവും ഉയർന്ന ചരക്കുവിലയും ഈ വില വർധന അനിവാര്യമാക്കിയിരിക്കുന്നു. ഈ നീക്കം ഇൻപുട്ട് ചെലവിന്റെ ഒരു ഭാഗം ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇൻപുട്ട് ചെലവുകൾ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ട്രക്കുകളുടെയും ബസ്സുകളുടെയും പോർട്ട്ഫോളിയോയുടെ വില 2% വരെ വർദ്ധിപ്പിക്കുമെന്ന് ടാറ്റ മോട്ടോഴ്സ് നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയൽമി 14X 18 വിപണിയിൽ. ഫിംഗർ പ്രിന്റ് സ്കാനർ, LED ഫ്ലാഷിനൊപ്പം 2 ക്യാമറ സെൻസറുകൾ. വില 15,000-ൽ താഴെ. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ റിയൽമിയുടെ പുതിയ ഫോണായ 14X 5G ഡിസംബർ 18-ന് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. 3 കളർ ഓപ്ഷനുകളിൽ ലഭ്യമാകുന്ന ഫോൺ ഫ്ലിപ്കാർട്ട്, realme.com എന്നിവ വഴി വാങ്ങാനുള്ള സൗകര്യമുണ്ട്. റിയൽമി 14X 5Gക്ക് 3 വ്യത്യസ്ത റാമും സ്റ്റോറേജ് വേരിയന്റുകളും ഉണ്ടാകും. 8 GB വരെയാണ് റാം ഉണ്ടാവുക. 256 GB വരെ ഇന്റേണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റോടെ ആയിരിക്കും ഫോൺ വിപണിയിലെത്തുക. ഡയമണ്ട് കട്ട് ഡിസൈനുള്ള ഗ്രേഡിയന്റ് ബാക്ക് പാനലും LED ഫ്ലാഷിനൊപ്പം 2 ക്യാമറ സെൻസറുകൾ ഉൾക്കൊള്ളുന്ന ദീർഘചതുര ക്യാമറ ഐലൻഡുമാണ് ഫോണിന്റെ മറ്റൊരു ഫീച്ചർ. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറും വോളിയം റോക്കേഴ്സുമുള്ള പവർ ബട്ടണാണ്. 10,999 രൂപയായിരിക്കും പ്രാരംഭ വില. 15,000 രൂപയിൽ താഴെയുള്ള IP69 സർട്ടിഫിക്കേഷനുമായി വരുന്ന
ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇതെന്ന് കമ്പനി അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.